തിക്കോടിയിൽ നിന്ന് വടകരയിലേക്ക് പോകേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ അഭിരാം ബസ് വരുന്ന കണ്ടപ്പം തന്നെ നമ്മളതിലും കയറിയിട്ടോ. നല്ല അടിപൊളി പാട്ടുള്ളതിനെ കൊണ്ട് നല്ല തിരക്കുള്ളതിനെ കൊണ്ട് സീറ്റ് കിട്ടാത്തതിനെ കൊണ്ട് നമ്മൾ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളോട് കണ്ടക്ടർ ചോദിച്ചുകൊണ്ട് എങ്ങോട്ടൊക്കെ പോകുന്നതെന്ന് വെച്ചപ്പോൾ ഞാൻ അന്നേരം തന്നെ പറഞ്ഞുകൊണ്ടെങ്കിൽ വടകര പഴയ സ്റ്റാൻഡിലേക്കാണ് പോകേണ്ടതെന്ന്. അങ്ങനെ ആടെ ഒരു സീറ്റ് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞാൽ ആടെ പോയി ഇരുന്നു എന്ന്. ആടെ ഇരുന്ന പാടനെ നല്ല കാറ്റുള്ളതിനെ കൊണ്ടും പാട്ടടിപൊളിയെ കൊണ്ട് എന്നോടൊന്ന് ഉറങ്ങിപ്പോയതിനെ കൊണ്ട് നമ്മൾ നേരെ ആടെ എത്തിയതിനു ശേഷം കണ്ടക്ടർ എന്നോട് പറഞ്ഞ സ്ഥലം എത്തിയേന്ന്. ആടെ ഇറങ്ങിയതിനു ശേഷം നമ്മൾ എങ്ങോട്ടൊക്കെ പോകുന്നത് മദീന പെർഫ്യൂം എന്ന് പറയുന്ന ഷോപ്പിലേക്ക് പോയിട്ടോ. പോയ പാടന് ഒരു രക്ഷയില്ല മക്കളെ. അതിൻ്റെ ഉള്ളിൽ കയറിയത് തന്നെ നല്ല അടിപൊളി സ്മെല്ല് തന്നെ. പെർഫ്യൂമിൻ്റെ കടയിനെ കൊണ്ട് പെർഫ്യൂം അല്ലാണ്ട് വേറൊന്നും മണക്കൂല എന്നാണ് ആര് പറയുന്നത്, ആടല്ല ചങ്ങായി പറയുന്നത്. അവർക്ക് കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് ചിമ്മിണീൻ്റെ അത്തറുണ്ടോയെന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ട് ചിമ്മിണീൻ്റെ അത്തറൊന്നുമില്ല മോനെ, വേറെ ഏതാ വേണ്ടിയെന്ന് വെച്ചപ്പോൾ ഞാൻ അന്നേരം തന്നെ പറഞ്ഞു എനിക്ക് ചോക്ലേറ്റിൻ്റെ കിട്ടുമെന്ന് വെച്ച്. അങ്ങനെയെല്ലാം കൂടി അവിടെ നിന്ന് ചോക്ലേറ്റിൻ്റെ അത്തറൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മളെന്താക്കുകയാണ് അവിടെ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുന്നവരും ചോദിച്ചാൽ എനിക്കിനി ഇടയ്ക്കിടയ്ക്ക് വരികയൊന്നും പറ്റില്ല, നിങ്ങൾ ഹോം ഡെലിവറി ഉണ്ടോയെന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഓ ഹോം ഡെലിവറി ഒക്കെ ഉണ്ട്, നിങ്ങൾ വിളിച്ചാൽ മതി, നമ്പർ എന്താക്കിയാൽ മതി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ വടകരയും പയ്യോളി എന്ന് പറയുന്ന ഇന്ന സ്ഥലത്ത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഷോപ്പ്. നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ എന്താക്കുക പെർഫ്യൂം ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ വെച്ചുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് പിന്നെ നമ്മൾ യൂട്യൂബ് ചാനലൊന്ന് ഫോളോ ചെയ്തേ.